വീണ, ഈ സംസ്ഥാന വ്യാപകമായി നടന്നിട്ടുള്ള തട്ടിപ്പിലെ അന്വേഷണം ഇ ഡി കൂടി ഏറ്റെടുക്കുകയാണ്. ഏതായാലും വളരെ വൈകാതെ തന്നെ ഈ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്യാനായിട്ട് ഇ ഡി അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ തന്നെ ECIR ഇ ഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഏതായാലും ഇയാളിപ്പോൾ റിമാൻഡിലാണ് ഉള്ളത്. മൂവാറ്റുപുഴ ജയിലിലാണ് അനന്തു കൃഷ്ണൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ ഉടനെ കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയോ അല്ലെങ്കിൽ പിന്നീട് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയോ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഏതായാലും ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ കേസിൻ്റെ വ്യാപ്തി നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അതായത് വലിയ രീതിയിൽ തന്നെയുള്ള തട്ടിപ്പുകളാണ് നടന്നിരിക്കുന്നത്. കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ വ്യക്തമായതാണ്. കഴിഞ്ഞ ദിവസം ഈ മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൽ ഏതാനും കേസുകൾ മാത്രമാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസിന്റെ ഭാഗമായിട്ടാണ് നിലവിലിപ്പോൾ അനന്തു കൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ ഇന്നലെ അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മൂവാറ്റുപുഴ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം 99 കോടി രൂപയുടെ തട്ടിപ്പാണ് നിലവിൽ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ്. ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. മാത്രമല്ല കോടതി പറഞ്ഞൊരു കാര്യം സംസ്ഥാന വ്യാപകമായി തന്നെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ അനന്തു കുറ്റക്കാരനാണ് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലെല്ലാം തന്നെ കോടികളുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. ഈ കാര്യങ്ങളിലേക്ക് കൂടി വളരെ വൈകാതെ തന്നെ ഇ ഡി കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ശരി. കിരൺ വിവരങ്ങൾ നൽകുകയായിരുന്നു. പാതിവില തട്ടിപ്പിൽ എന്താണ് ഇനി ഇന്നത്തെ ഇ ഡി നടപടി എന്നുള്ളത് സംബന്ധിച്ച്.